Good evening, സുഹൃത്തുക്കളെ. എൻ്റെ പേര് സിദ്ദിഖ്. Today I am going to talk about the game theory, which is I had already discussed about. That is, in the last lecture, we talked about altruistic preference and altruistic games, and also the social preference matters. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഇതിൻ്റെ ഇൻറ്ററാക്ഷനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഓൾട്രൂയിസ്റ്റിക് പ്രെഫറൻസ് ഇൻ പ്രസ്നെസ് ഡെലമ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. കാരണം ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചത് അനിലും ബാലയും തമ്മിലുള്ള അവർ പെസ്റ്റ് കൺട്രോൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അവരുടെ സ്ട്രാറ്റജികളിലുണ്ടായ മാറ്റം യഥാർത്ഥത്തിൽ വലിയ ഔട്ട്കമ്മിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. That means Anil and Bala wanted to get rid of pests. They found themselves in prisoners dilemma. One reason for unfortunate outcome was that they did not account for the cost that their action inflicted on others. So the choice of the pest control regime using insecticides implies a free rider on other farmers' contribution ensuring clean water. ഇത് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിൽ സപ്പോസ് IPC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാല ഇൻസെക്റ്റ് മറ്റേ ടെർമിനേറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ടെർമിനേറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം ബാലയുടെ അല്ലെങ്കിൽ അനിലിൻ്റെ തന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള അനിൽ വളർത്തുന്ന ഇൻസെക്ട്സുകളും കൂടി ഇത് കൊല്ലപ്പെടുത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊല്ലപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അനിലിന് വലിയ നഷ്ടമാണ്. മാത്രമല്ല ഇതുണ്ടാകുന്ന സാമൂഹികമായ ചെലവെന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഉദാഹരണത്തിന് ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന സ്ട്രീം അല്ലെങ്കിൽ വെള്ളം ഇത് പൊല്യൂട്ട് ചെയ്യും. അങ്ങനെ പൊല്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ രണ്ടുപേർക്കും കിട്ടുന്ന ബെനിഫിറ്റ് കുറയും. അതായത് ഈ സാമൂഹികപരമായിട്ടുള്ള ഒരു കോസ്റ്റ് ഇത് ഇൻകർ ചെയ്യും. അപ്പോൾ ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ മറ്റേ ആൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ചാണ് ചെയ്യുന്നത് എങ്കിൽ ഇത് അല്ലായിരിക്കും ഇതിൻ്റെ റിസൾട്ട്. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ അതിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫ്രീ റൈഡർ എന്നുള്ളതാണ്. ഫ്രീ റൈഡർ എന്ന് പറയുന്നത് എൻ്റെ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെയാണ്. അതായത് ഒരാൾ ഒരു പ്രവൃത്തിക്ക് ഒരു കോസ്റ്റ് ചിലവാക്കുകയും എന്നാൽ മറ്റേ ആൾ അതിൻ്റെ ബെനിഫിറ്റ് കൊണ്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഫ്രീ റൈഡിങ് എന്ന് പറയുന്നത്. So you may not be actually incurring a cost which somebody else is basically bearing that cost. So I am using something which is being paid by somebody else. ഇതിനെയാണ് നമ്മൾ ഫ്രീ റൈഡിങ് എന്ന് പറയുന്നത്. So if Anil cares about Bala's well-being as well as his own, the outcome could be different. So this is what is the most important thing. സോ നമ്മൾ ഇന്ന് ഞാൻ ഈ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ആ ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഫിഗേഴ്സൊക്കെ ഉണ്ട്, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇൻ ദാറ്റ് ഫിഗർ 2 axes now represents Anil and Bala's payoff, just as the example of the lottery which you may be studied elsewhere. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഈ IPC ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ഈ ഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവ് PF മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതെന്ന് പറയുന്നത്, ഇപ്പം IPC 2 പേർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 പേർക്കും 3 എന്നുള്ളത് അതാണ്. പക്ഷേ ബാല തൻ്റെ ഒരു യൂണിറ്റ് ഉൽപ്പന്നത്തിൻ്റെ ഇത് കൂട്ടുന്നതിന് വേണ്ടി എന്താ ചെയ്യുന്നത്, ടെർമിനേറ്റർ ഉപയോഗിക്കുന്നു. അതുവഴി ബാലയ്ക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുകയും എന്നാൽ തുച്ഛമായിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും അനിലിന് ഇതുവഴി കിട്ടുന്നത്. ഇതാണ് നമ്മൾ കണ്ട സബ് ഒപ്റ്റിമാലിറ്റി. അതിൻ്റെ റിസൾട്ട് എന്താണ്? നേരെ തിരിച്ച് അനിലാണിത് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും. അനിലിന് കൂടുതൽ ഔട്ട്പുട്ടും ബാലയ്ക്ക് വളരെ കുറഞ്ഞ ഔട്ട്പുട്ടും കിട്ടും. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരിക്കലും ബാലയും രണ്ടുപേരും സ്വാർത്ഥമതികളായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നോൺ കോപ്പറേറ്റീവ് ഗെയിമിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ
സ്വാഭാവികമായിട്ടും രണ്ടുപേരും ടെർമിനേറ്റർ ഉപയോഗിക്കുകയും രണ്ടുപേരുടെയും വളരെ കുറഞ്ഞ ഒരു ഔട്ട്പുട്ട് ലെവലിലേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കിയത് 4-1-1-4 എന്നുള്ളത് is the combined output is 5. At the same time, the terminator using output of both the Bala and Anil is going to be 2 and 2. So അത് രണ്ടുപേരുടെയും കമ്പൈൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 ചുരുക്കുന്നു. നേരെ മറിച്ച് IPC ആണ് അവർ ഉപയോഗിച്ചെങ്കിൽ, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് കൺട്രോൾ സിസ്റ്റം ആണ് അവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ, ബാലയ്ക്ക് 3 ഔട്ട്പുട്ട്, IPC അനിലിന് 3 ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സോഷ്യൽ ഔട്ട്കം എന്ന് പറയുന്നത് രണ്ടുപേരും IPC ഉപയോഗിച്ചാൽ 6 ആവും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. സോ ഒരാൾ ഓൾട്രൂയിസ്റ്റിക് ആ ഒരു യൂണിറ്റ് വേണ്ടെന്ന് വെച്ചാൽ മറ്റേ ആൾക്ക് 2 യൂണിറ്റിൻ്റെ ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു തരത്തിലേക്കാണ് പൊതുവായിട്ട് നമ്മൾ ഈ മനസ്സിലാക്കുന്നത്. ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ കോപ്പറേറ്റീവ് ഗെയിമിൽ നിന്ന് ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഗെയിമിലേക്കാണ് സ്വാഭാവികമായിട്ടും പോകുന്നത്. സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കൂടുതൽ ഇത് ചെയ്യുന്നത്. അനിൽസ് കംപ്ലീറ്റ് സെൽഫ് ഇൻട്രസ്റ്റ്, പക്ഷെ നേരെ മറിച്ച് സെൽഫ് ഇൻട്രസ്റ്റ് ആണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ ഹിസ് ഡോമിനന്റ് സ്ട്രാറ്റജി ഈസ് എ ടെർമിനേറ്റർ ആൻഡ് ഹി വിൽ ബി ഡൂയിങ് ഇറ്റ്. നമ്മളത് കൂടുതൽ വ്യക്തമായിട്ട് നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഔട്ട്പുട്ടിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ഇതില്ല. കാരണം ഇപ്പോൾ ബാലയുടെയോ അനിലിൻ്റെയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവരുടെ തന്നെയാണ്. അതൊരു പ്രൈവറ്റ് ഗുഡായിട്ട് നമുക്ക് കണക്കാക്കാം. നേരെ മറിച്ച് ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജലാശയം അല്ലെങ്കിൽ വാട്ടർ ബോഡി. രണ്ടുപേരും പൊതുവായി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വാട്ടർ ബോഡി എന്ന് പറയുന്നത് രണ്ടുപേരുടെയും സ്വന്തമല്ലാതെ എന്നാൽ രണ്ടുപേരും ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ അതിനെയാണ് പൊതുവായിട്ട് നമ്മൾ പബ്ലിക് ഗുഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പബ്ലിക് ഗുഡിനെ അഥവാ സാർവജനീന വസ്തുക്കൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിൻ്റെ പ്രയോഗം, അല്ലെങ്കിൽ പൊതുമുതൽ എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം. അപ്പോൾ പൊതു വസ്തുക്കൾ അല്ലെങ്കിൽ പബ്ലിക് ഗുഡ് എന്നുള്ള ഈ പ്രത്യേക വസ്തു യഥാർത്ഥത്തിൽ ടെർമിനേറ്റർ രണ്ടുപേരും ഉപയോഗിക്കുന്നതിലൂടെ വളരെ മോശമായ രീതിയിൽ അത് പൊല്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു കോസ്റ്റാണ് ഇൻ ദി ലോങ് റൺ ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത് വലിയ സാമൂഹിക വിപത്തുകളാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് ഇരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യം വളരെ പ്രധാനമാണ്. നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലാണ്, നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഇറങ്ങി നടക്കരുത് എന്ന് പറയുന്നത് ഈ പറയുന്ന എന്നെ സംബന്ധിച്ച്, വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഹേർട്ടിങ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. കാരണം എനിക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളെ, എൻ്റെ ചെറിയ ചെറിയ അത്യാവശ്യങ്ങളെ പോലും വേണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മളിൽ ഇമ്പോസ് ചെയ്തിരിക്കുക. പക്ഷേ എന്തിനാണത് ചെയ്തിരിക്കുന്നത്? വലിയൊരു സാമൂഹ്യ വിപത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു പൊതു മൂല്യം അല്ലെങ്കിൽ ഒരു പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പബ്ലിക് ഗുഡിൻ്റെ പ്രാധാന്യം നമ്മൾ പ്രഥമ ദൃഷ്ടിയാൽ കാണുമ്പോൾ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ അഭാവത്തിൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് ആരോഗ്യ മേഖല പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്കെല്ലാവരും ഇപ്പം ഭയങ്കര അവയർനെസ് ഉണ്ട്. കേരളത്തിലെ പൊതുജനാരോഗ്യം മെച്ചപ്പെട്ട ഒന്നാണ്. ആ പൊതുജനാരോഗ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് കേരളത്തിൽ ഇത്രയും ആദ്യമായിട്ട് തന്നെ ഇതുപോലുള്ള ഒരു അസുഖം വന്നപ്പോൾ, അല്ലെങ്കിൽ എപ്പിഡമിക് അല്ലെങ്കിൽ പാൻഡമിക് എന്നൊക്കെ നമ്മൾ പറയുന്ന മഹാവ്യാധി പടർന്നു പിടിച്ചപ്പോൾ നമുക്കൊരു പരിധി വരെ അതിനെ കർട്ടൈൽ ചെയ്യാൻ കഴിയുന്നു. നേരെ മറിച്ച് നമ്മളെക്കാളും വലിയ സാമൂഹ്യപരമായിട്ട് ഔന്നത്യത്തിൽ അല്ലെങ്കിൽ വികസനത്തിലും അതുപോലെ ഹെൽത്ത് കെയറിലും എല്ലാം വളരെ മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അവരുടെ സംവിധാനങ്ങളെ തന്നെ ഇത് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ സാർവജനീന വസ്തുവിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ അടുത്ത ടോപ്പിക് ആയിട്ടുള്ള പബ്ലിക് ഗുഡ് ഫ്രീ റൈഡിങ് ആൻഡ് റിപ്പീറ്റഡ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ പബ്ലിക് ഗുഡിൻ്റെ പ്രാധാന്യം, പൊതുമുതലിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം.
So normally we say that okay, there is we need to Garrett Hardin's argument നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ if we know about Garrett Hardin, if things are actually publicly available, then if people have a private mind, naturally you go and overuse this resource, and that will result a tragedy. This is what is called the tragedy of commons. അപ്പോൾ പൊതു മുതൽ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് സ്വാർത്ഥമാണ് എങ്കിൽ നമ്മൾ ഓടിച്ചെന്നത് എല്ലായിടത്തും ഉപയോഗിക്കും, അങ്ങനെ അതിനെ നശിപ്പിക്കും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി. സോ ഈ പൊതുവായിട്ടുള്ള മെൻറ്റാലിറ്റിയാണ് നേരത്തെ നമ്മൾ പറയുക, പൊതു മുതൽ അവിടെയുണ്ട്, നമ്മൾ ഓടിച്ചെന്നത് ഉപയോഗിക്കുന്നു, അതിനെ നശിപ്പിക്കുന്നു. ഇതിനെയാണ് ഫ്രീ റൈഡിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ തരത്തിലുള്ള ഫ്രീ റൈഡിങ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ ഇത്തരത്തിൽ സാധ്യമാകുമോ? ഉദാഹരണത്തിന് പലപ്പോഴും ആളുകൾ പറയുന്നത് പൊതു വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ആശുപത്രികൾ എല്ലാം വളരെ മോശമായിട്ടുള്ള സാധനമാണ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. അതിനേക്കാളും എനിക്കിപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ? കേരളത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിനും കേരളത്തിലെ ഏതൊരു ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലും തമ്മിൽ ഇൻഫ്രാസ്ട്രക്ചറിലോ ഹെൽത്ത് കെയറിലോ ദർ ഇസ് നോ കമ്പാരിസൺ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പറയുന്നത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ പോകും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി കൂടിയതുകൊണ്ടല്ല, നേരെ മറിച്ച് പബ്ലിക് ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകൾ അതേ ഈ പറയുന്ന മെച്ചപ്പെട്ട കെയർ കൂടുതൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മെച്ചപ്പെട്ട കെയർ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് അത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ പേ ചെയ്യാൻ കഴിവുള്ളവർ മാത്രം അവിടെ വരികയും അവർ അഫോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ മാത്രം ഇവർക്ക് പരിചരിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രത്യേക പരിഗണന യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. ബിക്കോസ് യു ആർ പേയിങ് വെരി ഹൈ. At the same time, ഒരു പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈവൻ ഇഫ് യു ആർ നോട്ട് പേയിങ് സോ ഹൈ, ബട്ട് യു ആർ സ്റ്റിൽ ഗെറ്റിംഗ് ദി സെയിം ട്രീറ്റ്മെൻറ്റ് വിച്ച് ദി rich person who is paying also gets. So that is the difference. So in that context only you say that there is a free riding in this kind of good public goodന് അകത്തൊരു ഫ്രീ റൈഡിങ് ഉണ്ട്. ഇതിൻ്റെ വലിയ ഫോമാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഇതിൻ്റെ ഫ്രീ റൈഡിങ്ങിൻ്റെ വലിയൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ട്രാജഡി ഉണ്ടാകുന്നതും ഗാരറ്റ് ഹാർഡിൻ്റെ ട്രാജഡിയെക്കുറിച്ചൊക്കെ കൂടുതൽ വാചാലമാകേണ്ടത്. So there was no way either Anil or Bala could make whoever used the insecticide pay for the harm that is caused. കാരണം എന്താ, ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നതെങ്കിൽ ബാല ആൻഡ് അനിൽ they were using terminators. അപ്പോൾ രണ്ടുപേരും അവർ വലിയ തോതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജലാശയത്തിനെ പൊല്യൂട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് കൃത്യമായിട്ടും ഇത് ചെയ്തതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരെ മറിച്ചാണ് എങ്കിൽ ടെർമിനേറ്റർ ഉപയോഗിച്ച ഒരാൾ ടെർമിനേറ്ററും മറ്റേയാൾ IPC ഉപയോഗിക്കുന്നതാണെങ്കിൽ അയാൾ ഇതിന് പേ ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാൻ കഴിയും. സോ അത്തരത്തിലുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരും ലെക്ചറുകളിൽ കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാം. The problem of Anil and Bala are hypothetical, but they capture the real dilemma of free riding that many people around the world face. For example, in Spain, many farmers in Southeast Asia rely on shared irrigation facility to produce their crops. This system requires constant maintenance and a new investment. Each farmer faces a decision of how much to contribute to these activities. These activities benefit the entire community, and if the farmer does not volunteer to contribute, other may do the work anyway. So imagine there are 4 farmers who are deciding whether to contribute to the maintenance of the irrigation project. For each farmer, the cost of contributing to the project is suppose 100 rupees. But when one farmer contributes, all 4 of them will benefit from an increase in their crop yield made possible by irrigation. So they will each gain maybe 80 rupees. So contributing to the irrigation project is called a public good. So when one individual bears a cost to provide the good, everyone receives a benefit. Now consider the decision facing one of the 4 farmers. Show how her decision depends on her total earning.
but also on the number of other farmers who decides to contribute to the irrigation project. So Kim ആണ് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ we will be discussing it. If two of the other contribute, that is Kim will receive a benefit of 80 rupees from each of their contribution. So if she makes no contribution herself, her total payoff shows in maybe is actually 160. If 1600, sorry, not 1600, 160. So if she decides to contribute, she will receive an additional benefit of 80. So but she will incur a cost of $100. So her total payoff is actually 140 rupees. So and as calculated in the figure which is you can actually access, that is the benefit from the contribution of the other is 160 rupees plus benefit from that person, that is Kim, is 80 minus the cost of her contribution, which is 100. So the total is actually 14. So sorry, 140 rupees. So if we illustrate the social dilemma, whatever the other farmer decide to do, Kim makes more money if she doesn't contribute than if she does. Not contributing is a dominant strategy. She can free ride on the contribution of the others. So this public good game is a prisoner dilemma in which there are more than two players. If the farmer care only about their own monetary payoff, there is a dominant strategy equilibrium in which one contribute and the payoff all are zero. So on the other hand, if all contribute, each would get say for 220 rupees. Everyone would benefit if everyone cooperated. But irrespective of what other do, each farmer does better by free riding on the other. So altruism could help to solve the free riding problem if Kim cared about the other farmer. She might be willing to contribute to the irrigation project, but if large number of people are involved in public good game, it is less likely that altruism will be sufficient to sustain a mutually beneficial outcome. Yet around the world, real farmers and fishing people have faced public good situation in many cases with great success. The evidence gathered by Elinor Ostrom, a political scientist and other researchers in common irrigation project in India, Nepal and other countries show that the degree of cooperation varies. So in some community, a history of trust encouraged cooperation. In other, cooperation does not happen in South. In South India, for example, village with extreme inequality in land and caste status had more conflict over water usage. Less unequal village maintained irrigation system better. It was easier to sustain cooperation. So this is the kind of understanding which is comes with the thing. So ഇത് എന്താണെന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞ് വളരെ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എങ്ങനെയാണ് പബ്ലിക് ഗുഡിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ ഹോസ്പിറ്റൽ എക്സാമ്പിൾ പറഞ്ഞു, അതിനുശേഷം നമ്മൾ ഈ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു. ഇത് ഇത്രയേ പറയാൻ ആഗ്രഹിക്കും. ഇപ്പോൾ കുറച്ച് പേരായിട്ട് ഒരു 4 ഫാർമേഴ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ഫാർമർ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് ചിലവാക്കേണ്ടത് 100 രൂപയാണെന്നിരിക്കട്ടെ. അങ്ങനെ അവർ ചിലവാക്കി കഴിഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ 4 പേര് 400 രൂപ. അപ്പോൾ അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. എന്നാൽ അവരുടെ ബെനിഫിറ്റ് ഓഫ് ഫ്രം ദി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൊത്തത്തിൽ ഉള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പോൾ 10 രൂപ ഞാൻ ചിലവാക്കുന്നെങ്കിൽ നാച്ചുറലി ഇറ്റ് വുഡ് ബി ഗ്രേറ്റർ ദാൻ സപ്പോസ് ദാറ്റ് ഇസ് ആക്ച്വലി 16. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ഫാർമർ 4 ഫാർമർ ആണെങ്കിൽ എത്ര കിട്ടും? നമുക്ക് ഏകദേശം നേരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ
ഇപ്പോൾ ഈ പ്രോജക്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ 4 പേര് ആയിട്ട് ചെയ്യാമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ആ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബെനിഫിറ്റ് ഫ്രം ദ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഈ എക്സാമ്പിളിലാണെങ്കിൽ ബാക്കിയുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ലാഭം, എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ലാഭം 160 രൂപയാണ്. അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8 രൂപയാണെന്നിരിക്കട്ടെ, 80 രൂപയാണെന്നിരിക്കട്ടെ. എന്നാൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന ലാഭം 80 രൂപയാണെന്നിരിക്കട്ടെ. നേരെ മറിച്ച് എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ 100 രൂപ. അപ്പോൾ 100 രൂപ കോസ്റ്റാണ്, 80 രൂപ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ്. ബാക്കിയുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 16 ആണെന്നിരിക്കട്ടെ. അപ്പം മൊത്തത്തിൽ നിർമ്മിക്കപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് $240 രൂപയാണ്. ഈ പർട്ടിക്കുലർ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ കിട്ടുന്നത്. അതിൽ എൻ്റെ നഷ്ടം എന്ന് പറയുന്നത് 100 രൂപയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 140 രൂപയാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്, ഞാൻ ഇത് ചെയ്യാതിരുന്നാൽ എനിക്ക് എത്രയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാതിരുന്നാൽ എനിക്ക് കിട്ടുന്ന 8 രൂപ നഷ്ടപ്പെടില്ല. ഓക്കെ, എനിക്ക് കിട്ടുന്ന 8 രൂപ ലാഭമാണ്, 80 രൂപ ലാഭമാണ് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇപ്പം 100 രൂപയാണ് ഞാൻ ചിലവാക്കുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാനെന്ന വ്യക്തി ഈ പൈസ ചിലവാക്കാതെ തന്നെ എനിക്ക് 160 രൂപയുടെ ബെനിഫിറ്റ് എനിക്ക് കിട്ടും. കാരണം എന്താണ്? മറ്റ് ഉൽപാദകർ ഈ സംരംഭം സ്ഥാപിക്കുന്നതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം 3 പേര് 300 രൂപ ചിലവാക്കിയെന്നിരിക്കട്ടെ. ആ 300 രൂപ ചിലവാക്കിയതിൻ്റെ ബെനിഫിറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 300 രൂപ ബെനിഫിറ്റ് ചിലവായിട്ട് നമ്മൾ കരുതുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് 300 രൂപയേക്കാൾ കൂടുതലാണ്. ഇവിടെ നമുക്ക് 1:1.6 എന്നുള്ള തരത്തിലാണ് ബെനിഫിറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ചിലവാക്കിയില്ലെങ്കിൽ കൂടി എനിക്ക് 160 രൂപ ബെനിഫിറ്റ് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യില്ല? ചിലവാക്കില്ല. നേരെ മറിച്ച് ഞാൻ ചിലവാക്കാതെ ബാക്കിയുള്ളവരുടെ ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്രീ റൈഡിങ് നടത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ റൈഡിങ് എന്ന് പറയുന്നത് എല്ലാ സാർവജനീന വസ്തുക്കൾക്കും ബാധകമാകും എന്നുള്ളതാണ്. ഏറ്റവും ലളിതമായിട്ട് മറ്റൊരു എക്സാമ്പിളാണ് പറയുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമ്മൾ നമുക്ക് ഒരു അമ്പലത്തിൽ വിളക്ക് വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് വയ്ക്കാം? ഒരു അമ്പലത്തിൽ ഒരു വിളക്കെണ്ണ ഒഴിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു സാധനം വയ്ക്കാം, കാണിക്ക വഞ്ചി പോലെ എണ്ണ വഞ്ചി. അപ്പോൾ എല്ലാവരോടും പറയാണ് എല്ലാവരും സ്വമേധയാൽ അതിൽ എണ്ണ ഒഴിക്കണം. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും, ഞാൻ എന്തിനാണ് എണ്ണ ഒഴിക്കുന്നത്? മറ്റേ ആൾ ഒഴിച്ചാൽ എനിക്ക് അവിടെ പോയി കത്തിക്കാമല്ലോ. അപ്പോൾ ആ എണ്ണ എടുത്ത് എല്ലാവർക്കും കത്തിക്കാം. അപ്പോൾ എല്ലാവരും എണ്ണ ഒഴിക്കാതെ തന്നെ വിളക്ക് കത്തിക്കാൻ വേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഇതാണ് വിചാരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? എണ്ണ എന്ന് പറയുന്ന സംഗതി ഉണ്ടാകില്ല, ആർക്കും വിളക്ക് കത്തിക്കാനും കഴിയില്ല. ഇതിനെയാണ് ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പൊതു സംവിധാനം ഉണ്ടാക്കുന്നതിന് ഒരു ശ്രമം നടത്തുമ്പോൾ അതിൽ വ്യക്തിപരമായിട്ടാണ് എല്ലാവരും അതിൻ്റെ ബെനിഫിറ്റിനെ കാണുന്നതെങ്കിൽ നാച്ചുറലി ട്രാജഡി ഉണ്ടാകും എന്നാണ് ഗററ്റ് ഹാർഡിൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഇഫ് എ കമോഡിറ്റി ഈസ് പബ്ലിക് then people have a mentality which is actually a private mentality, which is what we call the selfishness. Then naturally they will be looking for their own benefit. അവരുടെ ബെനിഫിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഈ അടിസ്ഥാനത്തിലാണ് അവർ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രാജഡി ആയിരിക്കും.
റിസൾട്ട്. അപ്പോൾ ഈ ഫ്രീ റൈഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. എന്നാൽ എലിനർ ഓസ്ട്രോമിനെ പോലുള്ള പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളെല്ലാം പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ നമ്മളുടെ 80കളിലും 90കളിലും ഒക്കെ ഇവിടെ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു, ഇപ്പോൾ ഉദാഹരണത്തിന് കടലിൽ മീൻ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇതേ സാധനം ആണ് എലിനർ ഓസ്ട്രോം ഒക്കെ പഠിച്ചത്. ഇന്ത്യയിലുള്ള കമ്മ്യൂണിറ്റി വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഇത് പഠിച്ചിട്ടുണ്ട്. അവർ കൃത്യമായിട്ടും ഈ സ്ട്രഗിളിനെ അല്ല പഠിച്ചത്, അവർ സ്വാഭാവികമായിട്ട് റിസോഴ്സ് ഡീപ്ലീഷനെ കുറിച്ചാണ് അവർ പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ ട്രോളിംഗ് എന്ന് പറയുന്ന ട്രോൾ ബോട്ടുകളെല്ലാം അല്ലെങ്കിൽ ട്രോൾ നെറ്റുകളെല്ലാം സുലഭമായിട്ട് അവൈലബിൾ ആയപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവർക്ക് മാത്രമേ ഈ വലിയ വില കൊടുത്തിട്ട് ഈ ബോട്ടുകൾ ഇറക്കാൻ കഴിയുള്ളൂ. അപ്പം സാധാരണ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം ഒരു ഉപജീവനമായിട്ട് അവരുടെ അന്നുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ബിസിനസ്സുകാർക്ക് ഫിഷിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അതിലേക്ക് അവർ കടന്നു വരികയും ചെയ്തു. അപ്പോൾ അവർ വലിയ ബോട്ടുകൾ ഉണ്ടാക്കി അവർ ഈ വലിയ ബോട്ടുകൾ ഉപയോഗിച്ച് ട്രോൾ ചെയ്യുകയാണ്. ഫിഷ് മൊത്തം കടലിലെ അടി വരെ അവർ ഫിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സ് പെട്ടെന്ന് കുറഞ്ഞു, വളരെ വളരെ വേഗത്തിൽ. 60കൾ 70കളിൽ കൊണ്ട് വലിയ തോതിലുള്ള റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ടായി. ഇതെന്ത് സംഭവിച്ചു? സാധാരണ മീൻ പിടിക്കാൻ പോകുന്ന ഫിഷർമെനെ ഇത് സാരമായി ബാധിച്ചു. അപ്പോൾ അത് ഫിഷർമെൻ സ്ട്രഗിളിലേക്കാണ് കലാശിച്ചത്. ഇത് നോക്കൂ. അപ്പോൾ ഒരു ഓപ്പൺ ആക്സസ്, കടൽ എന്ന് പറയുന്നത് ഓപ്പൺ ആക്സസ് ആണ്, ആർക്കും വന്ന് മീൻ പിടിക്കാം എന്നുള്ള ഒരു വ്യവസ്ഥയിലേക്ക് അപ്പോൾ ബിസിനസ്സുകാർ വന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? അത് ഉപജീവനമായിട്ട് കാലാകാലങ്ങളിൽ കഴിഞ്ഞ ഒരു സംവിധാനത്തിനെ അത് തകർത്തത്. അവരൊരിക്കലും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ല അവർ ഫിഷ് ചെയ്തിരുന്നത്, അവർ ഉപജീവനാടിസ്ഥാനത്തിലാണ് ഫിഷ് ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസിങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അവിടെ കടന്നു വന്നപ്പോൾ ആ റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ടാകുകയും അത് വലിയ സമരങ്ങളിലേക്ക് വഴിതെളിക്കുകയും അത് പിൽക്കാലത്ത് ട്രോൾ ബാൻ എന്ന് പറയുന്ന ഡിമാൻഡിലേക്ക് വരികയും ഇപ്പോൾ നമ്മളുടെ മത്സ്യബന്ധന നിരോധനം അല്ലെങ്കിൽ ഈ പറയുന്ന ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. ഇത് കമ്മ്യൂണിറ്റി സെൻസിബിലിറ്റി ഇല്ലാതാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു എക്സ്റ്റേണൽ ഇമ്പോസിഷനാണ് സർക്കാർ മുഖാന്തരം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇതൊരു സാമൂഹിക ഇൻറ്ററാക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ ദൂരീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ ഇവോൾവ് ചെയ്ത് വരുന്നത്. ഇതിനെക്കുറിച്ചാണ് എലിനർ ഓസ്ട്രോമും മറ്റും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയും. എലിനർ ഓസ്ട്രോമിനാണ് ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് എക്കണോമിക്സിൽ കിട്ടുന്ന വനിത. അപ്പോൾ അവരുടെ പഠനങ്ങളെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഒരു കോമൺ പ്രോപ്പർട്ടി എന്നുള്ള സങ്കല്പത്തിനകത്ത് യഥാർത്ഥത്തിൽ ഈ അത്യാർത്തി എന്ന് പറയുന്ന പ്രവർത്തനം സാധ്യമല്ല. അത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിറ്റി ബോണ്ട് മുഖാന്തിരം അവരെന്ത് ചെയ്യും? അതിജീവിക്കും, അങ്ങനെ റിസോഴ്സിനെ നിലനിർത്തും, അങ്ങനെ ട്രാജഡി ഒഴിവാക്കും എന്നുള്ളതാണ് ഇവർ യഥാർത്ഥത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് ഈ പറയുന്ന സൊല്യൂഷൻ. ഫ്രീ റൈഡിങ് എന്ന് പറയുന്നത് വളരെ മെക്കാനിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്നുള്ള സംവാദവുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. സോ കാരണം ഒരു റിപ്പീറ്റഡ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഇന്നത്തെ ലെക്ചർ തന്നെ ഫ്രീ റൈഡിങ് ആൻഡ് റിപ്പീറ്റഡ് ഇൻട്രാക്ഷൻ ആണ്. ഈ കമ്മ്യൂണിറ്റി ബോധം എന്ന് പറയുന്നത് വരുന്നത് എന്താണ്? ഈ ട്രഡീഷണൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് വലിയ തോതിൽ ഫിഷ് ചെയ്യാത്തതെന്ന് പറയുന്നത് അവർക്ക് വീണ്ടും വീണ്ടും ഈ കടലിനെ ആശ്രയിക്കുകയും അവർ ദൈനംദിനമായിട്ട് ഇതിനെ ഉപജീവന മാർഗമായി കണക്കാക്കുകയും ചെയ്യാണ്. അവരെ സംബന്ധിച്ച് ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാവുക അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സംവിധാനം അല്ല അവരുടെ മുന്നിലുള്ളത്. അവർ ഇതൊരു ദൈനംദിന പ്രവർത്തനമായിട്ട് ഒരു ലൈവ്ലിഹുഡായിട്ടും അവർ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ
അതിന് റിപ്പീറ്റഡ് ഇൻട്രാക്ഷൻ ഉള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ അത്യാർത്ഥിയെ നമ്മളൊരു പരിധി വരെ കർട്ടെയിൽ ചെയ്യും, അല്ലെങ്കിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ free riding on the contribution of the members of one community may have unpleasant consequence tomorrow or years from now. Ongoing relationships are an important feature of social interaction that was not captured in the model we have used so far. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം റിപ്പീറ്റഡ് ഗെയിംസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓടിച്ചെന്ന് നമ്മൾ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ടെർമിനേറ്റർ ഉപയോഗിക്കില്ല. നേരെ മറിച്ച് നാളെയും നമുക്ക് ഇത് ഉപയോഗപ്രദമാകുമെങ്കിലാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, IPC ഉപയോഗിക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഫാമിങ്ങിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അനിൽ സസ്റ്റൈനബിൾ ഫാമിംഗ് ഉപയോഗിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും റിപ്പീറ്റഡ് ഗെയിംസാണ്, വീണ്ടും വീണ്ടും നമ്മൾ കൾട്ടിവേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാലയും IPCയിലേക്ക് പോകും. അല്ലെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സ്വാർത്ഥത, ഒറ്റയടിയിൽ നമ്മൾ പണക്കാരനാകാനുള്ള ശ്രമം നടത്തുകയും അത് വലിയ ട്രാജഡിയിലേക്ക് കലാശിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്. സോ ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ അനിൽ in our model was one short game, but as owner of neighboring field, Anil and Bala are more realistically portrayed as interacting repeatedly. അങ്ങനെയാണെങ്കിൽ IPC ഉപയോഗിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ റിപ്പീറ്റഡ് ഗെയിംസ് ആണ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറാണ് ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ സ്വാർത്ഥരായിട്ട് ഇപ്പോൾ ബിഹേവ് ചെയ്യില്ല എന്നുള്ളതാണ്. സെൽഫ്ലെസ്നെസ് വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്നുകൂടിയാണ് ഈ ലെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയുമാണ് ഇന്നത്തെ ലെക്ചറിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. I hope all of you enjoyed the lecture with the Malayalam and English. You can also comment if anything else I have to do in the Telegram channel of your own discussion forum. So അത് ഞാൻ ഇതിലൂടെ കൃത്യമായിട്ടും ഉത്തരം നൽകാൻ ശ്രമിക്കാം. സോ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ലിസണിങ് മീ.